ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ്. എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് ദി ചേഞ്ചസ് പ്രൈസ് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയുടെ പ്രൈസും അതിൻ്റെ ഡിമാൻഡും എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട് അതിനെ മെഷർമെൻറ്റ് ചെയ്യുന്ന എക്കണോമിക്സിൻ്റെ ടേമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നോക്കാം. മെയിനായിട്ട് 4 ടൈപ്സ് ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉള്ളത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി. ദെൻ മൂന്നാമത്തത് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ദെൻ നാലാമത്തത് അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി. അങ്ങനെ 4 ഇലാസ്റ്റിസിറ്റി ടൈപ്സ് ആണ് ഉള്ളത്. ഇനി എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് നോക്കാം. ഓക്കെ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇലാസ്റ്റിസിറ്റീൻ്റെ ഒരു ഫസ്റ്റ് ടൈപ്പാണ് എന്ത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഇലാസ്റ്റിസിറ്റി ആണ്. ഇറ്റ് മെഷേഴ്സ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡഡ് ടു ചേഞ്ച് ഇൻ ദ പ്രൈസസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾസോ മെഷേഴ്സ് ദ യൂസിങ് ഇക്വേഷൻ ദാറ്റ് ഈസ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, അപ്പം പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഏത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുന്നത്, നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി കുറച്ച് ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മെഷേഴ്സ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ദി ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കാം. മെയിനായിട്ട് 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉള്ളത്. നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിൻ്റെ കേസിൽ എത്രയാണ്, 5 ടൈപ്സ് ആണ് ഉള്ളത്. സോ വി നോ ദാറ്റ് സം കമ്മോഡിറ്റീസ് ഹാവ് വെരി ഇലാസ്റ്റിക് ഡിമാൻഡ്, അതേഴ്സ് ഹാവ് ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, സോ ദ ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ് ഹാവ് ഡിഫറെൻറ്റ് ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി. Okay, we can discuss the following degree of elasticity or price elasticity. First one, perfectly elastic demand. Perfectly elastic demand എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ചേഞ്ചസ് ഓഫ് പ്രൈസ് ദാറ്റ് ലീഡ് ടു ഗ്രേറ്റ് ചേഞ്ച് ഇൻ ദ ഡിമാൻഡ്. ഓക്കെ, നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, ചെറിയൊരു പ്രൈസിലുള്ള വേരിയേഷൻ അല്ലെങ്കിൽ അതേ പ്രൈസ് എന്താണ് ഫസ്റ്റിൽ സെയിം ആണ്, പിന്നീട് എന്തായിരുന്നുണ്ട് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൻ്റെ പ്രൈസ് സെയിം തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഡിമാൻഡ് കൂടുന്നുണ്ട്. ഓക്കെ, ഡിമാൻഡ് കൂടുന്നുണ്ട്. അപ്പം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ചേഞ്ച്, പ്രൈസിലെ ചേഞ്ചസ് വലിയ രീതിയിലുള്ള ഡിമാൻഡിനെ ബാധിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഗ്രാഫിൽ നോക്കാം. പ്രൈസ് ചിലപ്പോൾ സെയിം ആയിരിക്കില്ല, ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ, എന്നാൽ എന്ത് ചെയ്യും, ഡിമാൻഡ് കൂടും. ഓക്കെ, അത് നമുക്ക് ഒരു ഈ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് ഈ മനസ്സിലാവും. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇവൻ വെൻ ദ പ്രൈസ് ഈസ് ദ സെയിം ദ ഡിമാൻഡ് ഗോസ് ഓൺ ചേഞ്ചിങ്. ഇൻ ദി കേസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഇൻഫിനിറ്റ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇൻഫിനിറ്റ് ആയിരിക്കും. ഓക്കെ, സോ ദ ഡിമാൻഡ് കർവ് വിൽ ബി ഹൊറിസോണ്ടൽ ആൻഡ് സ്ട്രൈറ്റ് ലൈൻ. ഇവിടെ ഡിമാൻഡ് കർവിൻ്റെ പൊസിഷൻ എന്താണ്, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഓൺലി ആൻ ഇമാജിനറി ഡിമാൻഡ് കർവ് ബിക്കോസ് ഇറ്റ് ഈസ് റിയൽ ലൈഫ് ദർ ഈസ് നോ കമ്മോഡിറ്റി ഹാവിങ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, ജസ്റ്റ് ഒരു ഇമാജിനറി ഫിഗർ മാത്രമാണ് ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം പ്രൈസ് ഒരേ രീതിയിൽ നിൽക്കുന്ന സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടൂല. ഓക്കെ, അത് ഒരു ഇമാജിനറി ഇഫക്റ്റ് മാത്രമാണ്, അല്ലെങ്കിൽ ഇമാജിനറി സിറ്റുവേഷൻ മാത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഈ ഗ്രാഫ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ ഡിമാൻഡ് കർവിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി അടുത്ത ടൈപ്സാണ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡിൽ പറഞ്ഞിട്ടുള്ളത് വെൻ എ ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഡസ് നോട്ട് ചേഞ്ച് വാട്ട് എവർ ദ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഇറ്റ് ഈസ് കോൾഡ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. ദാറ്റ് ഈസ് ഡിമാൻഡ് കർവ് ഡസ് നോട്ട് ചേഞ്ച് വാട്ട് എവർ ദ ചേഞ്ച് ഇൻ ദ പ്രൈസസ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും, പ്രൈസ് 10 ആയിരിക്കുമ്പോഴും 20 ആയിരിക്കുമ്പോഴും ഇവിടെ പ്രൈസും ഡിമാൻഡും ആദ്യം ഈക്വൽ ആയിരുന്നു, പക്ഷേ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡിമാൻഡ് എന്താണ് അതുപോലെ തന്നെ നിൽക്കുന്നത്. ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തതാണ്, അത് നമുക്ക് ജസ്റ്റ് ഗ്രാഫ് രൂപത്തിൽ നോക്കാം.
ഓക്കെ. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്, ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ കേസിൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്വാണ്ടിറ്റി ഡിമാൻഡ് സെയിം ആയിരിക്കും. പക്ഷേ എന്തിൽ വ്യത്യാസമുണ്ട്, പ്രൈസിൽ ഇവിടെ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് മാറ്റം വരുന്നില്ല, ഡിമാൻഡിൽ മാറ്റം വരുന്നില്ല. Okay, when the demand of a commodity does not change, whatever be the change in the prices, okay, it is called perfectly inelastic demand. Okay, in this case a great change in price lead to no change in the demand. അല്ലേ, നമുക്ക് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കണ്ടാൽ മനസ്സിലാവും. പ്രൈസ് ഗ്രേറ്റ് ചേഞ്ചസ് വരുമ്പോഴും പക്ഷേ എന്തിൽ മാറ്റമില്ല, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി കേസ് ഓഫ് ഡിമാൻഡ്. ഓക്കെ, സോ ഇൻ ദി കേസ് ഓഫ് perfectly inelastic demand, the elasticity is equal to 0. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലാവും E is equal to 0 ആണ്. ഓക്കെ, ഈ എപ്പോഴും ഇവിടെ ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കേസിൽ ഈ 0 ആയിരിക്കും. ഓക്കെ, സോ ദർ ഈസ് എ ഡിമാൻഡ് കർവ്, ദർ വിൽ ബി എ വെർട്ടിക്കൽ. നേരത്തെ നമ്മൾ ഹൊറിസോണ്ടലായിരുന്നു ഇതിൽ പറഞ്ഞിട്ടുള്ളത്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ് ആയിരുന്നു. എന്നാൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ വെർട്ടിക്കൽ ഡിമാൻഡ് കർവ് ആണ്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ ആൻ ഇമാജിനറി ഡിമാൻഡ് കർവ് ബിക്കോസ് ഇൻ ദ റിയൽ ലൈഫ് ദർ ഇസ് നോ കമ്മോഡിറ്റി വിച്ച് സച്ച് ഡിമാൻഡ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് എന്ത് മാത്രമാണ്, ഒരു ഇമാജിനറി എഫക്റ്റ് മാത്രമാണ്. റിയൽ സിറ്റുവേഷനിൽ ഇത് ഇല്ല, ജസ്റ്റ് ഒരു തിയറി പാർട്ടും പോലെ തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് പറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് നോക്കാം. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ മറ്റൊരു പേരാണ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ യൂണിറ്റും യൂണിറ്ററി എന്താണ്, സെയിം ആണ്. ഇവിടെ പറയുന്നത് വെൻ എ ഗിവൺ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ദാറ്റ് ഈസ് കോസസ് ടു ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദി ഡിമാൻഡ്. എത്രത്തോളമാണോ പ്രൈസിൽ വ്യത്യാസം വരുന്നത് അതേമാതിരി തന്നെ എന്തിന് വ്യത്യാസം വരുന്നുണ്ട്, ഡിമാൻഡ് അതേ പ്രൊപ്പോർഷനിൽ ഡിമാൻഡിലും വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ E എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, 1 ആണ്. ഓക്കെ, നമുക്കതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ഇവിടെ പറയുന്നത് ഇപ്പോൾ 5% ആണ് പ്രൈസിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 5%-ൽ എന്തിലും എഫക്റ്റ് മാറ്റം വന്നിട്ടുണ്ടാവും, നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിലും മാറ്റം വന്നിട്ടുണ്ടാവും. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5% പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പം അതുപോലെ എന്ത് കുറഞ്ഞു, നമ്മുടെ ഈ PQ എന്നുള്ള പൊസിഷനിലെ ഡിമാൻഡ് കർവിൻ്റെ ഏരിയ നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. 5% പ്രൈസ് കൂടിയപ്പം അതേ 5% ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരേ ലെവലിൽ ഇപ്പോൾ 5% ആണ് ഡിമാൻഡ് കൂടുന്നുണ്ടെങ്കിൽ അതേ 5% പ്രൈസിൽ എഫക്റ്റ് വരുമ്പോൾ 5% ഡിമാൻഡ് കൂടെ ഒരേ പെർസെൻറ്റേജിലാണ് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ നമ്മൾ എന്ത് പറയുന്നത്, യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ഇതിനെ സോ നമ്മൾ ഈ ഡിമാൻഡ് കർവിലും നോക്കി യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊന്നുമില്ല, ജസ്റ്റ് എത്ര പെർസെൻറ്റേജിലാണോ മാറുന്നത് അതേ പെർസെൻറ്റേജിൽ എന്ത് ചെയ്യാം, ഡിമാൻഡ് കർവും മാറുക, അതേ ഒരേ സെയിം പെർസെൻറ്റേജിൽ മാറുന്നതിനാണ് എന്ത് പറയുന്നത്, യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്തതാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ എ ചേഞ്ച് ഇൻ പ്രൈസ് റിസൾട്ട് മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഓക്കെ, ഇപ്പോൾ 5% ആണ് ഇത് കൂടിയിട്ടുള്ളത്, പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10% ഡിമാൻഡിൽ മാറ്റം വരിക. ഓക്കെ, ഇപ്പോൾ 5% കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10% ഡിമാൻഡിൽ മാറ്റം വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ജസ്റ്റ് ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഓരോ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, പോയിൻറ്റ്സുകളൊക്കെ ഒന്ന് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ OP1 OP2 ഒക്കെ Y ആക്സിസിൽ കൊടുത്തിട്ടുള്ളത് പ്രൈസും X ആക്സിസിൽ കൊടുത്തിട്ടുള്ളത് ക്വാണ്ടിറ്റിയാണ്. അതിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ പറയുന്നത് ചെറിയ രീതിയിലുള്ള പ്രൈസിലുള്ള വ്യത്യാസം വലിയ രീതിയിലുള്ള ഡിമാൻഡിലോട്ട് മാറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5%-ലാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10% എന്ത് ചെയ്യും, ഡിമാൻഡ് കുറയും. ഓക്കെ, ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ,
ഇവിടെ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസിൽ 5% ഇൻക്രീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ ഏതിൽ മാറ്റം വരിക, ഡിമാൻഡ് ഫോളോ ചെയ്യാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡാണ് പറയുന്നത്. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്, നേരത്തെ നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്, ഇലാസ്റ്റിക് ഡിമാൻഡിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ പറഞ്ഞിട്ടുള്ളത് 5% ആണ് ഈ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10% എന്ത് ചെയ്യാം, ഡിമാൻഡ് ഫോളോ ചെയ്യാം. ഇവിടുത്തെ കേസിൽ പറയുന്നത് വെൻ ദ ചേഞ്ച് ഇൻ ദ പ്രൈസ് ദാറ്റ് റിസൾട്ട് ലെസ് ദാൻ ദ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10% ആണ് പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 5% ഡിക്രീസ് ഡിമാൻഡ് ചെയ്യാം. എത്രത്തോളമാണ് പ്രൈസ് കൂടിയിട്ടുള്ളത് അതിനേക്കാളും കുറച്ച് എന്തിൽ ഡിമാൻഡിൽ മാറ്റം വരാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒന്നും കൂടി പറയാം. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള പ്രൈസിലുള്ള ചേഞ്ചസ് ഏതിന് ഡിമാൻഡിൽ എന്താണ്, അതിനെക്കാട്ടും കുറഞ്ഞതായിട്ടുള്ള ഡിമാൻഡിൽ വ്യത്യാസം വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10% ആണ് ഈ പ്രൈസിൽ ഇൻക്രീസ് വരുന്നതെന്നുണ്ടെങ്കിൽ 5% ഡിക്രീസിങ് ദ ഡിമാൻഡ് ആക്കി വരിക. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്, റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ലെറ്റർ സൂചിപ്പിക്കുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഏതാണ്, ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1 ആണ് ഇതിൻ്റെ സൂചിപ്പിക്കുന്ന ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ ടൈപ്സാണ്, മെയിനായിട്ട് 5 ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഓഫ് ചേഞ്ചസ് ഇൻ ബിറ്റ്വീൻ ദി പ്രൈസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മെയിനായിട്ട് 5 ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണുള്ളത്. ഫസ്റ്റ് വൺ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് റിലേറ്റീവ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ എന്തായിരുന്നു, ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ